നമസ്തേ. പണ്ട് കാലം തൊട്ടേ ഞാൻ ആളുകളുടെ മുന്നിൽ വീഡിയോയിലായാലും അല്ലെങ്കിൽ സ്റ്റേജുകളിലായാലും പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ ഓഫ്ലൈനായിട്ട് അങ്ങനെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ആ നമസ്തേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഡിവൈൻ ഇൻ മീ ഓണേഴ്സ് ദ ഡിവൈൻ ഇൻ യു എന്ന് പറയുന്നതായിട്ടുള്ളൊരവസ്ഥ. അവിടെ ഞാനും പോസിറ്റീവാണ്, നിങ്ങളും പോസിറ്റീവാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റിയെ നമിക്കുന്നു. ഇവിടെ ഞാൻ വലുതോ നിങ്ങൾ ചെറുതോ, അല്ലെങ്കിൽ നിങ്ങൾ വലുതോ ഞാൻ ചെറുതോ എന്നൊന്നും അർത്ഥമില്ല. നമ്മുടെ ഉള്ളിലെ ആ ഡിവൈൻ ലൈറ്റ്, ആ ഡിവൈൻ തന്നെ പരസ്പരം അണങ്ങുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പം അത് ഏറ്റവും വലിയ മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അവസ്ഥയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് തൊട്ടേ ആളുകളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയല്ല. എനിക്കതിന് താല്പര്യവുമില്ല, എനിക്കതിന് കഴിയുകയുമില്ല. നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഐ ആം ഹിയർ ടു നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നായിരുന്നു ഞാൻ കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം എനിക്കാരെയും പഠിപ്പിക്കാൻ താല്പര്യമില്ല. ബിക്കോസ് എല്ലാവരും യുണീക്കാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഒരാളോട് അങ്ങനെയാകണം ഇങ്ങനെയാകണമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് പോലെയാണോ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ആ മരത്തിനെ കാണുന്നത് എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോഴും കാണുന്ന എൻ്റെ രൂപം തന്നെയാണോ നിങ്ങൾ കാണുന്നത് എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പിന്നെ എങ്ങനെ എനിക്ക് നിങ്ങളെ മറ്റൊരു കാര്യത്തിലേക്ക് ഡയറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ എന്നെ തന്നെ ഒരു മാസ്റ്ററായിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു ഗുരുവായിട്ടോ ഒന്നും ഞാൻ അവരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപായിട്ട് പണ്ട് കുട്ടികൾ സാറെന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്തും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തും ഒക്കെ വിളിക്കുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സുഖം തോന്നിയിട്ടില്ല ഒരിക്കലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു മേഖലയിൽ നിന്ന് മാറുകയും ചെയ്തത്. അപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒരു ഗുരുവായിട്ട് പ്രതിഷ്ഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ എന്നെ അങ്ങനെ വിളിക്കുന്നത് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടിടയായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് എന്നെ പ്രതിയല്ല, ഞാനെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അവസ്ഥയല്ല, അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്ന ഒരവസ്ഥ, എൻ്റെ സോള്, എൻ്റെ ആത്മാവിലൂടെ പ്രപഞ്ചം എന്തൊക്കെയോ സംവദിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ വെറുമൊരു ഉപകരണം മാത്രമാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അവസ്ഥയെയാണ് അവിടെ ആളുകൾ ചിലപ്പോൾ ഒരു ഗൈഡായിട്ടോ ഗുരുവായിട്ടോ കണ്ടിട്ടുണ്ടാകുന്നത്. എന്ന് തന്നെയാണെങ്കിലും എൻ്റെ ഉള്ളിലെ എക്സ്ട്രീമായിട്ടുള്ള ഇൻട്രോവേർഷനും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളും കൊണ്ട് പല ആളുകളും എന്നെ വിളിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കുമ്പോഴൊന്നും എനിക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു വേളയിൽ ഞാൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ്. നമ്മൾക്ക് ആർക്കൊക്കെ നമ്മളെ തന്നെ കൊടുക്കണമെന്നുള്ളൊരു ചോദ്യം. പ്രധാനമായിട്ടും നമ്മൾ പണ്ട് കാലത്തുള്ള ആചാര്യന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അവർ കലിയുഗത്തിലായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ തന്നെ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള ടീച്ചിങ്സ് കേട്ട് വളർന്നിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ. അവസാനം നമ്മളെ തന്നെ കൊടുക്കാനായിട്ട് പല തവണ ശ്രമിച്ച് അവസാനം നമ്മൾ പരാജയപ്പെടുകയാണ്. പല ആളുകളും പക്ഷേ ഈ പരാജയത്തിനെ അക്സെപ്റ്റ് ചെയ്യാതെ അവർ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നവനാണ്, എൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്നവനാണ്, എല്ലാ ദിവസവും എൻ്റെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആ ഹൃദയസ്പർശിയായിട്ടുള്ള കോട്ടുകൾ, ആ വരികൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വേറൊരുത്തൻ്റെ കുടുംബത്തിനെ തകർത്താനുള്ള കാരണമായിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മതം പഠിപ്പിച്ച അവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഐഡിയൽ ഉട്ടോപ്യൻ വേൾഡാണ് മതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. കലിയുഗത്തിനെ കുറിച്ചിട്ടുള്ള സൂചനകൾ തന്നിട്ടുണ്ടെങ്കിലും കലിയുഗത്തിലെ കുറേ ദുഷ്ടന്മാരും നമ്മൾ നല്ലവരും എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്തും ഈ നല്ലവരെന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് സ്തുതി പാടിക്കൊണ്ട് അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വർഗീയ ആ ഒരു ഗണങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് വേർപെട്ട വ്യക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മതത്തിൻ്റെ അന്ധതയിൽ കഴിയുന്ന ഒരു വിഭാഗത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ കാര്യം വരുന്ന സമയത്ത് അവർക്ക് നിയന്ത്രണമില്ലാത്ത മതം വിലക്കിയതായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ പറയും അത് കുഴപ്പമില്ല, അതങ്ങനെ നടന്നു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഓരോ മനുഷ്യനും ഇങ്ങനെ ഐഡിയലായിട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവണമെന്ന് വേറൊരു വ്യക്തി പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് ആ മനുഷ്യനാകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മതത്തിൻ്റെ വഴിയിലായാലും അതിൻ്റെ അപ്പുറത്തായാലും നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി ഞാനെന്നുള്ള വ്യക്തിയെക്കുറിച്ച് എനിക്ക് നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ നെഗറ്റീവ്സും എൻ്റെ പോസിറ്റീവ്സും
എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. എൻ്റെ നെഗറ്റീവ്സ് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഞാൻ ഇൻഫീരിയോറിറ്റിയിലേക്ക് പോകും. എൻ്റെ പോസിറ്റീവ് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം എൻ്റെ നെഗറ്റീവ്സിനെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ സമയത്താണ് അവിടെ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എല്ലാ കാലത്തും കുറ്റബോധത്തിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല. ഞാൻ എന്നും പാപിയാണ് എന്ന് പറയേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ എന്നും നല്ലവൻ മാത്രമാണ് എന്ന് പറയേണ്ട ഒരു വ്യക്തിയുമല്ല. അപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് നമ്മിലൂടെ സംജാതമാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിലെ ആ പോളറൈസേഷൻ എക്സ്ട്രീം അവസ്ഥകളിൽ കിടക്കുന്നതിനപ്പുറത്തേക്ക് ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള ഗുരു ഉണരുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരും. നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം, എവിടെയൊക്കെ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യണം, എവിടെയൊക്കെ നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ ആക്സസ് അല്ലെങ്കിൽ നിങ്ങളെ ആക്സസ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളല്ല എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും നമ്മളെ ആക്സസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ടൈം, എനർജിയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു വ്യക്തി, എല്ലാ ദിവസവും എന്നെ 2-3 സുഹൃത്തുക്കൾ, ഞാൻ രാവിലെ 9 മണിക്ക് പണി തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ അത് 9 മണിയായപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കോള് വന്നു. എങ്ങനെ എടുക്കാണ്ടിരിക്കും, എങ്ങനെ സംസാരിക്കാണ്ടിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ കോളതാ 9 മണി തൊട്ട് 10 മണി വരെ അവനോട് സംസാരിച്ചു. എങ്കിൽ 10 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ തുടങ്ങിയപ്പോൾ അത് അടുത്ത ആൾ വിളിക്കുന്നു. അപ്പോൾ അയാളോട് സംസാരിച്ചു. അപ്പോൾ വർക്ക് കുറച്ച് പെൻഡിങ് ആയി പോവുകയാണ്. പിന്നെ അടുത്തതായിട്ട് വീണ്ടും വർക്ക് അയാളോട് അരമണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും വർക്ക് തുടങ്ങുന്ന സമയത്ത് അതാ വീടിൻ്റെ പുറത്ത് വന്ന ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. അവിടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അയാളുമായിട്ടുള്ള സംസാരമായി. എവിടെ നമ്മളെ വർക്ക് എവിടെ പോയി, നമ്മുടെ ടൈം എവിടെ പോയി, നമ്മുടെ എഫേർട്ട് എവിടെ പോയി, നമ്മുടെ എനർജി എവിടെ പോയി. ഈ വിളിച്ച ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതും കൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഭൂരിഭാഗം കേസിലും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള വിളികളും അനാവശ്യമായിട്ടുള്ള കോളിംഗ് ബെല്ലുകളും ഒക്കെ ആർക്കും ഉപകാരമില്ലാതെ കുറേ മനുഷ്യരുടെ എനർജി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായി പോകുന്ന സമയത്ത് ഈ മനുഷ്യർക്ക് ആർക്കും തന്നെ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കർമ്മത്തിലേക്ക് അവരുടെ സമയത്തിനെയോ എനർജിയോ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ഞാൻ ഇന്നത്തെ കലിയുഗത്തിലെ ജനങ്ങളുടെ മുന്നോട്ട് വെക്കുകയാണ്. എൻ്റെ ടൈം, എൻ്റെ എനർജി ഞാൻ എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നാമതായിട്ട്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഷെയർ ചെയ്യുന്നതായിട്ടുള്ള നമ്മളെ സ്വഭാവം. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ നിഗൂഢതകളും നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് പറയുന്നു, അല്ലെ മറ്റു വ്യക്തികളിലേക്ക് പറയുന്നതായിട്ടുള്ള അവസ്ഥ. എനിക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു, എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ലൈഫ് കൾച്ചറിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾ എല്ലാം അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഇൻസെക്യൂരിറ്റീസ്, ചില വ്യക്തികളെയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പല ചൂഷകന്മാരും പല ആളുകൾക്കിടയിലേക്കും ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ പിക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ അധികമാണ്. ഇപ്പം പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, ഇങ്ങനെ ഒരുപാട് വ്യക്തികളിലേക്ക് എന്തിനാണ് ആളുകൾ ഇത്ര ആകർഷിക്കപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പല രീതിയിലുള്ള അവസരങ്ങൾ, ഇപ്പം ഈ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഇതുവരെ കേട്ട് കഴിഞ്ഞു, അത് കോടിയുടെ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. ഞാൻ അവരെ റിജക്റ്റ് ചെയ്യുകയോ നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഫെനോമിനുണ്ട്. വളരെ നമ്മളെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടും വളരെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടും മെസ്സേജുകൾ അയക്കുന്നു. ഞാൻ ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് അങ്ങനെ കാണാറുണ്ട് ചില മെസ്സേജുകൾ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഇതായതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ ഫോക്കസ് കൊടുക്കുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കേസുകളോ കൺസൾട്ടേഷനോ നടത്തുന്നില്ല എന്നുള്ള കാര്യം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ നടത്തുകയാണെങ്കിൽ അത് അറിയിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്തു തന്നെയാണെങ്കിലും കുറച്ച് ദിവസം റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നപ്പോൾ അതാ പിറ്റേ ദിവസം നമുക്ക് നേരെ വരുന്നത് നല്ല പച്ച ചീത്തയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം അവിടെ റിവീലാകുകയാണ്. അത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നത്. ഇനി അതേ സമയത്ത് തന്നെ ഇപ്പോൾ അയാൾക്ക് അർഹതപ്പെടാത്തൊരു പോപ്പുലാരിറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എത്തിയെന്ന് വിചാരിക്കുക. അയാളിലേക്ക് ഒരുപാട് പേര് ആകർഷിക്കപ്പെട്ടു വരുന്നു. ഇവരുമായിട്ടൊക്കെ ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങളിലേക്കും പോയി ചാടുന്ന ആളുകളും, അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാരെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ലീഡ്സിൽ നിന്ന് നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമില്ല. നിങ്ങൾ പണം മേടിക്കേണ്ട
ചെയ്യേണ്ടത് നിയമപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പണം മേടിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ പല രീതിയിലുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളും അല്ലെങ്കിൽ പല രീതിയിൽ ആളുകളെ പല ട്രാപ്പുകളിൽ പെടുത്തുന്നതും ഹണി ട്രാപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം എനിക്കൊരു വീഡിയോ കോൾ വരികയാണ്. ഒരുപാട് സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ലുക്കിലുള്ള ശാലീനമായിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്നതായിട്ടുള്ള കുറേ ഫോട്ടോകൾ വീഡിയോ കോൾ വരുന്നത്. സാധാരണ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു വ്യക്തി വീഡിയോ കോൾ ചെയ്തിട്ട് വീഡിയോ കോൾ ഓൺ ആക്കുമ്പോഴത്തേനും അവിടെ പ്രശ്നത്തിലുള്ള രീതിയിലുള്ള അവസ്ഥയിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത്. അത് രണ്ട് പേരുടെയും മുഖവും മറ്റേ വീഡിയോയും കൂടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവസ്ഥ. ഇത് അങ്ങനെയല്ല. ഇത് ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് ഒറ്റ കോൾ വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ എനർജീനെ കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്നതായാലും അങ്ങോട്ട് പോയതായാലും. അപ്പം നമ്മൾ ഓവർ ഷെയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത് സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ ലൈഫിലായാലും നമ്മൾ റിയൽ ലൈഫിലായാൽ പോലും ഓവർ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ, എന്നോട് സ്നേഹമുള്ള വ്യക്തി എന്നോട് സംസാരിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, ഇയാൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പല ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ല, നമ്മളെ പഠിക്കാൻ വേണ്ടിയാണ്, നമ്മളെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കർമ്മ മേഖലയിൽ നിന്നായിരിക്കും ഇങ്ങനെ കൂടുതലും വരുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രഹസ്യം എന്ന് മനസ്സിലാക്കാനാണ് പല സമയത്തും ഇവർ വരുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഒരു ഗാർഡിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇവർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതാണെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കുകയും വേണം. അതായത് അവർ നമ്മളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണോ, സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ അത്തരക്കാരെ തിരിച്ചറിയാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അത് മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം. അടുത്തതായിട്ടുള്ളത്, നമ്മൾ ചില ആൾക്കാരുണ്ട്, അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയേർഡായി പോകും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ വീണ്ടും അടുത്ത ഇരയെ നോക്കി പോവുകയോ അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയോ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി കയറുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനർജി ഡസന്റ് ലൈ, ഊർജം ഒരിക്കലും നുണ പറയാറില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ നമ്മുടെ എനർജി സിസ്റ്റം മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും പിന്നെ അത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് പോയി കയറുന്നത് എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് ലവ് ആൻഡ് സെൽഫ് പ്രൊട്ടക്ഷൻ, സെൽഫ് റെസ്പെക്റ്റ്, ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട ബന്ധങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ബൗണ്ടറി കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഈ ബൗണ്ടറി വെക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാണ് ഡിസപ്പിയർ ചെയ്യുന്നത്, ആരാണ് ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ബൗണ്ടറിയെ റെസ്പെക്ട് ചെയ്യുന്ന, ബൗണ്ടറിയെ മാനിക്കുന്ന വ്യക്തികളാണ് നമുക്കും അവർക്കും ഗുണമുണ്ടാകുന്നത് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. അപ്പോൾ ബൗണ്ടറി വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സകല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളും നമ്മളിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ കുറയും എന്നുള്ളതാണ്. എന്നെങ്കിലും നമ്മുടെ വാല്യൂ കൂട്ടാനായിട്ട് നമ്മൾ ജാട ഇടണമെന്നോ അവൈലബിലിറ്റി കുറയ്ക്കണമെന്നോ അല്ല പറയുന്നത്. നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ അവൈലബിൾ ആകുക, അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എത്തേണ്ട സമയത്തിന് മുന്നേ നമ്മൾ അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂ കുറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് അത് നിരീക്ഷിക്കാനുള്ള ഇൻട്രോസ്പെക്റ്റീവ് സ്കില്ലുണ്ടെങ്കിൽ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത്, എല്ലാവരെയും പ്ലീസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സമാധാനത്തിനെ നിങ്ങൾ കണ്ടെത്തുന്നത് ഒരു തെറ്റുമല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സമാധാനമാണ് പീപ്പിൾ പ്ലീസിങ്ങിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ടോക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ മാനസികമായിട്ടുള്ള തലങ്ങളിലൂടെയും ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു ജേണി തന്നെ നമുക്ക് സാധ്യമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇൻസൈറ്റുകളും ചിന്തിക്കാനുള്ള കാരണങ്ങളും കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റ് സംസാരങ്ങളിലൂടെ വീണ്ടും കാണാം. നമസ്തേ.